നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് എൻ്റെ ഒരു ഹോം ടൂർ ആണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത്. ഫ്ലാറ്റിലേക്ക് കയറുന്ന ഒരു വാതിലടഞ്ഞാണ് ഒരു കുഞ്ഞ് സ്പേസ് ആണ്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഒരു ഡേയിൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഈ കൗച്ച് കണ്ടോ, ഈ ഒരു സോഫ കണ്ടോ, ഇതാണ് എൻ്റെ ലേസി കൗച്ച്. ഇവിടെ ഇരിക്കുക, ഇവിടെ ഇരുന്നായിരിക്കും. ഓക്കെ, യെസ്, ഇവിടെ ഇരിക്കുക, ടി വി ഓൺ ചെയ്യുക, സീരീസ് കാണുക. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ടൈം പാസ്. I didn't earn it. If I kept it, it would be like stealing. Yeah, but if you spent it, it would be like shopping. About this dream catcher, ഇത് തൃപ്പൂണിത്തറയിൽ ഒരു കോളേജിലെ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. ഒത്തിരി എക്സ്പെൻസീവ് ഒന്നുമല്ല, 600 റുപ്പീസിൻ്റെ ഉള്ളിൽ എന്തോ ആണ് ഇതിൻ്റെ പ്രൈസ്. ആൽക്കമിസ്റ്റ്, വൺ ഓഫ് മൈ ഓൾ ടൈം ഫേവറേറ്റ്. ഈ ബുക്ക് ഞാൻ എപ്പോഴും ഏറ്റവും ടോപ്പിൽ കീപ്പ് ചെയ്യും. അയാളുടെ കല്യാണം കഴിഞ്ഞ ഒട്ടനെ എടുത്തൊരു പിക്ചറാണിത്, വെഡിങ് ഔട്ട്ഡോർ. ഇത് നമ്മളുടെ മെയിൻ ഹോളിലൊരു കുഞ്ഞു ടേബിളാണ്. അപ്പം ഇതിലെ ഒരു സെൻറ്റർ പീസായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചൊരു സാധനമാണ്. ഞങ്ങൾക്ക് എന്തോ ഒരു സ്നാക്സ് എന്തോ വാങ്ങിക്കുമ്പോൾ മറ്റോ കിട്ടിയ ഒരു സംഭവത്തിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ലൈറ്റ്സും ക്യാൻഡിലും വെച്ച് സെറ്റ് ചെയ്തതാണ്. ഇത് ഞങ്ങളുടെ പൂജാ റൂമാണ്. ഈ കൃഷ്ണൻ ഞങ്ങൾ ഗുരുവായൂരിൽ മേടിച്ചാണ് കേട്ടോ. പിന്നെ അത് ഒരു നടരാജ വിഗ്രഹമാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ഡാൻസ് പ്രോഗ്രാമിന് ഗിഫ്റ്റ് കിട്ടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് നമ്മൾ സരസ്വതി ദേവി കോഴിക്കോട് നിന്ന് വരുമ്പോൾ അമ്മ തന്നിട്ടാണ്. ഇത് ഗോപു തന്നെ ചെയ്താണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഒരു ഒഴിഞ്ഞ ഡ്രിങ്ക് ബോട്ടിൽ ഞാൻ തന്നെ വെച്ചിട്ട് വെച്ച് ചെയ്തതാ. ഇത് ഹോം സെറ്ററിന് മേടിച്ച 2 പീസാണ്. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്, സ്നേഹമോൾ. തീർച്ചയായിട്ടും സ്നേഹയും കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സാണ്. ആദ്യത്തെ പ്രാവശ്യം വീട് കാണാൻ വന്നപ്പോൾ അവർ മേടിച്ചുകൊണ്ട് വന്നതാണ് ഗിഫ്റ്റായിട്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഹാള് കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ ഡൈനിങ് ഹാളിലേക്ക് പോകാം. ഇതാണ് നമ്മളുടെ ഡൈനിങ് സ്പേസ്. ഇതെന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇവിടെയും പറഞ്ഞ പോലെ കുറച്ച് ഷോ പീസസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാൻഡിൽസ്, നല്ല സ്മെല്ലുള്ള ക്യാൻഡിൽസ് ഒക്കെ കത്തിച്ചിരിക്കും. ഈ ഒരു സീ ഗ്രീൻ കളർ കണ്ടോ, ഇത് ഈ ഷെയ്ഡിന് വരുമ്പോൾ പേര് പറയും. ഓക്കെ, തൽക്കാലം നമുക്ക് സീ ഗ്രീൻ വിളിക്കാം. ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ വീട്ടിൽ കുറേ സ്ഥലത്ത് ഇതിൻ്റെ കുറേ കോമ്പിനേഷൻസ് കാണാൻ പറ്റും. ഈ വിൻഡോ കാണുന്നുണ്ടല്ലോ അല്ലേ, എൻ്റെ ബാക്കിൽ. ഇത് ഞങ്ങളൊരു ക്രിസ്മസ് ടൈമിൽ സെറ്റ് ചെയ്തതാണ്, ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പിന്നെ മാറ്റിയില്ല, കാരണം എനിക്ക് ഈ ഒരു സ്പേസ് ഭയങ്കര ഇഷ്ടമായി. എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ട്യൂട്ടോറിയൽസ് ഷൂട്ട് ചെയ്യാനൊക്കെ നല്ല രസമുള്ളൊരു ബാക്ക്ഡ്രോപ്പ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് മാറ്റാൻ പോയില്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. ഞങ്ങളുടെ ബാൽക്കണി. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു, കുഞ്ഞു ഫ്ലാറ്റ് ആണെങ്കിലും ഒരു ബാൽക്കണി വേണം. ഈ ചെടികൾ വെച്ചിരിക്കുന്ന വൈറ്റ് കളർ സ്റ്റാൻഡ്, പിന്നെ ഈ കോഫി ടേബിൾ, ഇതൊക്കെ വെണ്ണല ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ഒരു സംഭവം കണ്ടോ, ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. എൻജോയ് ദ ലിറ്റിൽ തിങ്സ്.
ഗ്ലാസസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുണ്ടോ ക്വാറന്റൈൻ ടൈമാണ്, അപ്പം എപ്പോൾ പുറത്തോട്ട് വന്നാലും ഹാൻഡ് സാനിറ്റൈസർ ഇട്ടിട്ട് കൈ ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് ഇത് എപ്പോഴും ഓർമ്മ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് സംഭവം. അപ്പം എല്ലാവരും ക്വാറന്റൈൻ സമയത്ത് സേഫ് ആയിട്ടിരിക്കുക, സെക്യൂർഡ് ആയിട്ടിരിക്കുക, പുറത്തൊന്നും പോകാതിരിക്കുക. ഓക്കെ, സ്മൈൽ പ്ലീസ്. യു ആർ എ സൂപ്പർ പേഴ്സൺ. സെൽഫ് മോട്ടിവേറ്റിംഗ് അതാണ് ഉദ്ദേശം. ഇതൊക്കെ ആരും ട്രാവൽ ചെയ്ത സ്ഥലങ്ങളാണ്. പോയിട്ട് വരുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവരും. പക്ഷേ നല്ലത് ഇപ്പോൾ ആയിട്ട് മാത്രമേ ശീലം തുടങ്ങിയിട്ടുള്ളൂ. ഇതാരും റഷ്യയിലെങ്ങാനും പോയ സമയത്ത് അവിടുത്തെ ലേഡീസിനെ പ്രതിനിധാനം ചെയ്യുന്ന എന്തോ ഒരു സംഭവമാണിത്. അവിടെ ലേഡീസിന് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. പണ്ട് യുദ്ധത്തിൻ്റെ കഥയൊക്കെ കുറേ പറഞ്ഞ് തള്ളിയിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ഇതാണ് കുക്കിംഗ് സ്പേസ്. ഫുഡൊക്കെ റെഡിയാണ്. ഇവിടെ കുറേ തരത്തിലുള്ള ടീ ലീവ്സ് ഉണ്ട്. ഇത് സ്ട്രോബെറി ആണ്, ഇത് മിൽക്കി ഉളോങ് എന്ന് പറയും. പിന്നെ ഇത് ജാസ്മിൻ ഫ്ലേവർ ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. ഇതെല്ലാം അരുൺ ഓരോ സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ട് വരുമ്പോൾ കൊണ്ടുവരുന്നതാണ്. ഇതിൽ എൻ്റെ ഫേവറേറ്റ് ഈ ഒരു ടീ ആണ് കേട്ടോ. ഭയങ്കര റിലാക്സിങ് ആണ്. സ്ട്രോബെറി ഫ്ലേവർ ആയിട്ട് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് പ്ലാൻ ചെയ്തു. അതായത് എന്തൊക്കെ ഡ്രോവേഴ്സ് വേണം, നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ വരും. ഞങ്ങൾ ഇതുപോലെ ബുക്കും പെന്നൊക്കെ എടുത്തിട്ട് വരച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ ഡിസൈൻ ചെയ്യാൻ പോകും. ഗസ്റ്റ് ബെഡ്റൂം ഉണ്ട്. പിന്നെ ഒന്ന് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം, ഒന്ന് അരുണിനെ വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഐ റിയലി ലൈക്ക് പ്ലാന്റ്സ് ഇൻസൈഡ് ദി ഹൗസ്. ഈ പ്ലാന്റ്സ് ഒക്കെ ആർട്ടിഫിഷ്യൽ ആണ്. ബുദ്ധ ഹോംസിൻ്റെ നിന്ന് മേടിച്ചൊരു പീസാണ്. ദെൻ ലൈറ്റ്സ്, ഡ്രീം ക്യാച്ചർ. ഐ ബോട്ട് ദിസ് ഫ്രം ആമസോൺ. ഈ റൂം ഇപ്പോൾ എൻ്റെ ഒരു വർക്ക് സ്പേസ് ആണ്. യൂട്യൂബ് വീഡിയോ എഡിറ്റിങ്ങും ബാക്കി വർക്കൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഇതൊരു അയണിങ് ടേബിൾ ആയിരുന്നു. ഇത് ഞാൻ കൺവേർട്ട് ചെയ്തൊരു വർക്ക് ടേബിൾ ആയിട്ട്. ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ കളർ കോമ്പിനേഷൻ ബ്ലൂ ലഗോൺ പ്ലസ് വൈറ്റ് ആണ്. ഓഷ്യൻ ബ്ലൂ എന്നും പറയും വേണമെങ്കിൽ. ഈ കളറിന് പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് ഗോവയിൽ പോയപ്പം ഞങ്ങൾ താമസിച്ച ഹോട്ടൽ ബെഡ്റൂമിൽ ഈ ഒരു കളർ കോമ്പിനേഷനിലായിരുന്നു. നല്ല രസമായിരുന്നു. ഒരു നല്ലൊരു ഫീൽ ഗുഡ് ആയിരുന്നു. കാണാൻ ബാക്കിയുള്ളത് ഗോപുവിൻ്റെ വർക്ക് സ്പേസ് മാത്രമാണ്. സ്റ്റുഡിയോ റൂമാണ്. ഒരു കുഞ്ഞു സ്റ്റുഡിയോ ആയിട്ട് ഗോപു സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇറങ്ങി കാണാം. അപ്പം ഇവിടെയാണ് എൻ്റെ ഭർത്താവ് ജീവിതത്തിൻ്റെ 3/4 ഭാഗവും സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലം. രാവിലെ ഇതിനകത്ത് കയറും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശല്യപ്പെടുത്തുമ്പോൾ മാത്രമേ എണീക്കുള്ളൂ. പിന്നെ എനിക്കിതിനെ പറ്റി ടെക്നിക്കലി പറഞ്ഞു തരാനൊന്നും വലിയ അറിവില്ല. അതുകൊണ്ട് ഇത് കണ്ടോളൂ. അപ്പം നമ്മളുടെ ഇന്നത്തെ ഹോം ടൂർ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ഞങ്ങളുടെ കുഞ്ഞു ഫ്ലാറ്റ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. കാരണം ഓരോ പീസസിൻ്റെ പിന്നിലും ഓരോ സ്റ്റോറീസ് ഉണ്ട്. ഒക്കെ ഞാൻ അതൊക്കെ പറയാൻ നിന്നാൽ നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസ് പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഡെക്കറേഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയുക. പിന്നെന്താ എപ്പോഴും പറയുന്നത്, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ നിമി അരുൺ ഗോപൻ. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. യു വിൽ ടേക്ക് കെയർ, സേഫ് ആയിട്ടിരിക്കുക, സെക്യൂർഡ് ആയിട്ടിരിക്കുക. അപ്പോൾ സീ യു ഗൈസ്, ബൈ.